ഹലോ മൈ ഡിയർ ഓൾ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഈ മണി പ്ലാന്റ്സുമായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. എന്ത് ലഷ്യസ് ആയിട്ടാണ് നിൽക്കണ കണ്ടില്ലേ? മണി പ്ലാന്റ്സൊക്കെ എന്ത് ഭംഗിയായിട്ടാണ്. ഈ യെല്ലോ പോട്ട് ഉണ്ടല്ലോ മണി പ്ലാന്റ്സ് ഇട്ട് വെച്ചത്, ഇത് ആക്ച്വലി ടപ്പർ വെയറിൻ്റെ ഒരു ഡബ്ബ ഞാൻ ഒരുപാട് പണ്ട് വാങ്ങിയതാണ്. ഈ ഡബ്ബ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ഹസ്ബൻഡ് അവരുടെ മാരി ബിസ്ക്കറ്റ് ഇട്ട് വെക്കാനായിരുന്നു കേട്ടോ. ഡയബറ്റിക്സ് ഉണ്ടായിരുന്നതുകൊണ്ട് മാരി ബിസ്ക്കറ്റ് എപ്പോഴും വീട്ടിൽ സ്റ്റോക്ക് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് കുട്ടികൾ ഇതിനെ അച്ചയുടെ ബിസ്ക്കറ്റ് ഡബ്ബ എന്നാണ് പറയുമായിരുന്നത് കേട്ടോ. അപ്പോൾ അവരും പോയി ആ ബിസ്ക്കറ്റ് ഡബ്ബയുടെ അടപ്പും കേടുവന്ന് പോയി. പുതിയ അടപ്പ് കിട്ടാത്തത് കൊണ്ട് ഞാനിതിനെ കളയാതെ ചെടി വെക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. പോയി കഴിഞ്ഞ ആൾക്കാരുടെയൊക്കെ ഓർമ്മ ഓരോ നിമിഷത്തിലും ഓരോരോ സംഗതിയിൽ കൂടെ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ എന്നും മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കൂലേ? നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഈ അവസ്ഥ തോന്നാറുണ്ടോ? പിന്നില്ലേ, എൻ്റെ ഈ വീഡിയോ കാണുന്നവരെ ഓർമ്മയോടെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പറ്റുകയാണെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും കൂടെ തരണേ. ഇപ്പോൾ കഴുകുന്ന ഈ മണി പ്ലാന്റ് ഉണ്ടല്ലോ, ഇതെൻ്റെ അടുക്കളയിലെ എൻ്റെ കൂട്ടുകാരിയാണ് കേട്ടോ. ഞങ്ങൾ ഒരുമിച്ച് കൂടുതൽ സമയം അടുക്കളയിൽ ഉണ്ടാവുന്നതാണ്. അപ്പം അതിൻ്റെ റൂട്ടൊക്കെ കണ്ടില്ലേ എന്ത് നന്നായിട്ടാണ് വളർന്നിരിക്കണമെന്ന്. അപ്പം നമുക്കിതിൻ്റെ റൂട്ടൊക്കെ ഒരു 2-3 മാസം കൂടുമ്പോൾ ഒരുപാട് നീളം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ഈ പ്ലാന്റർ ഉണ്ടല്ലോ, ഇതിനൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയ പ്ലാന്ററാണ്. ഒരു വുഡൻ പ്ലാന്റർ പോലെയൊക്കെ തോന്നണില്ലേ കണ്ടാലിത്? ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. 2019 മറ്റേ ആയിരുന്നു കേട്ടോ. കണ്ടു, ഇതിൻ്റെ റൂട്ടൊക്കെ വല്ലാണ്ട് പൗണ്ടായിരിക്കണ കണ്ടില്ലേ? ഇതിന് ഞാൻ ചെടി പുറത്തെടുക്കാതെ തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് കളഞ്ഞ് അതിൽ തന്നെ പുതിയ വെള്ളം ഒഴിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ ഇത് പുറത്തെടുക്കണമായിരുന്നു. പുറത്തെടുക്കാത്തത് കൊണ്ടാണ് ഇത്രയും കൂടുതലത് അങ്ങനെ റൂട്ട്സ് പൗണ്ടായിരിക്കുന്നത്. ഇങ്ങനെ റൂട്ട്സ് ഒരുപാട് പൗണ്ടായാലും ചെടി നന്നായി വളരില്ല. ഇതെന്താണ് കൂടുതൽ വളരാത്ത മറ്റുള്ള ചെടികളെ പോലെ പറഞ്ഞെടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ റൂട്ട്സ് ഒരുപാട് പൗണ്ടായിരിക്കണമെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയട്ടെ കേട്ടോ. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ മൂത്ത സിസ്റ്റർ ഒരിക്കൽ നാട്ടിൽ നിന്ന് അവരെ കാണാനായിട്ട് വന്ന സമയത്ത് ഒരു വലിയ ഹോർലിക്സ് ബോട്ടിലുണ്ടായിരുന്നു കൊണ്ടുവന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ. വീട്ടിൽ ആരും ഹോർലിക്സ് കഴിക്കാത്തത് കൊണ്ട് ഇവിടെ ഞാൻ ഹോർലിക്സ് ഒന്നും വാങ്ങാറില്ല. അപ്പോൾ അത് കാലിയായപ്പോൾ അത് കളയാൻ തോന്നിയില്ല ആ ബോട്ടിൽ കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് അതിൽ വൈറ്റ് സിമെൻറ്റൊക്കെ തേച്ച് പിടിപ്പിച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്ത് ഒരു മരത്തിൻ്റെ രൂപത്തിലാക്കിയതാണ്. ആഴ്ചയിൽ ഒരിക്കൽ വെള്ളമൊക്കെ മാറ്റി കൊടുക്കണോണ്ട് റൂട്ട്സ് ഒന്നും അളിഞ്ഞു പോയിട്ടില്ല. ഇതിപ്പോൾ ഞാൻ ചില പ്ലാന്റ്സൊക്കെ ഇല്ലേ ഒരു 2-3 ആഴ്ചയായിട്ടുണ്ട് കേട്ടോ പുറത്തെടുത്തിട്ട്. ഇതിനൊന്നും ഞാൻ ഒരു വളവും കൊടുക്കാറില്ല. ഈ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കണ വളം തന്നെയാണ് അതിന് കിട്ടുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരാഴ്ച മുമ്പ് പ്ലാന്റ് ചെയ്തതാണ് കേട്ടോ. ഇതൊന്നുമില്ല, ഒരു കുപ്പി ഗ്ലാസിൻ്റെ ചുറ്റും പ്ലാന്റ് വെച്ചിട്ട് അതിൻ്റെ ചുറ്റും കയറ് കെട്ടി അതൊരു വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ടുള്ളതാണ്. നോക്കൂ, ഈ ഒരാഴ്ചയിൽ തന്നെ അതിന് എന്ത് നന്നായിട്ട് റൂട്ട്സ് വന്നിരിക്കണമെന്ന് കണ്ടോ? ഇത്രയും റൂട്ട്സിൽ ഒരാഴ്ചയിൽ വന്നതായത്. ഒരു 5 വെറൈറ്റി മണി പ്ലാന്റ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ കേട്ടോ. അത് എല്ലാം തന്നെ വെള്ളത്തിൽ വളരുന്നതാണ്. ഇപ്പം ഞാൻ ആരെങ്കിലും വീട്ടിൽ വരികയാണെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ എന്താ കൊടുക്കേണ്ടതെന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല എനിക്ക് കേട്ടോ. നല്ലൊരു ചെറിയ പ്ലാന്റർ വാങ്ങിക്കും, നല്ല ഭംഗിയുള്ളത്. എന്നിട്ട് ഈ പ്ലാന്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പോട്ടിൽ നിന്ന് എടുത്തിട്ട് ആ പ്ലാന്ററിൽ അകത്തേക്ക് വെച്ച് അത് ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കും. അതേപോലെ തന്നെ ഞാൻ ആരെങ്കിലും കാണാൻ പോവുകയാണെങ്കിലും ഞാൻ കൊണ്ടുപോകുന്നത് എൻ്റെ ഈ മണി പ്ലാന്റ്സോ അത് ഏതെങ്കിലും നല്ല പ്ലാന്റ്സോ ഇതുപോലെ വളർത്തി വെച്ചതിനെ എടുത്തിട്ട് ഒരു പോട്ട് മാത്രം വാങ്ങിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്ത് ഗിഫ്റ്റ് വാങ്ങണം, എന്ത് ഗിഫ്റ്റ് കൊടുക്കണം, അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഈ പ്ലാന്റ് വളർത്തുന്നതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഗിഫ്റ്റ് കിട്ടുന്ന ആൾക്കും സന്തോഷമായിരിക്കും, ഗിഫ്റ്റ് കൊടുക്കുന്ന ആൾക്കും സന്തോഷമായിരിക്കും. പിന്നെ ആ പ്ലാന്റ് അങ്ങനെ വളർന്നു വരുമ്പോൾ അവർക്ക് എന്നും അതൊരു ഓർമ്മയുണ്ടാവും. അതുപോലെ എന്നെ കാണാൻ വരുന്നവർക്കും എനിക്ക് ഇതുപോലെ പ്ലാന്റ് തരാറുണ്ട് കേട്ടോ ഗിഫ്റ്റായിട്ട്. എൻ്റെ ഈ വീഡിയോ ക്ഷമയോടുകൂടി കണ്ടതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ.